പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ യാത്ര, ജൈത്രയാത്ര ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ജൈത്രയാത്ര എന്ന് പറയുമ്പോൾ തുടരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. എന്തായാലും നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയെന്ന് പറയുന്നത് വ്യത്യസ്തനായ അതിഥികളെ തേടി, വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയാണ്. ആ യാത്ര ഏകദേശം 200-ൽ കൂടുതൽ എപ്പിസോഡുകൾ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യമായിട്ടൊരു എപ്പിസോഡ് നമുക്ക് പറയാൻ കഴിയില്ല, അത് കാരണം ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കും. എന്തായാലും ആ യാത്രയിൽ, വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ അറ്റത്തേക്ക് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയിൽ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് നമ്മളൊരു വീട്ടിൽ, ഈ കഴിഞ്ഞ ദിവസം മുതൽ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്റ്റാർ കെട്ടിയിരുന്നുണ്ട്. ആ സ്റ്റാറിലേക്ക് കണക്ഷൻ പോകുന്ന ഒരു ബൾബിൻ്റെ അകത്ത്, ഒരു ബോർഡിനകത്ത് ഒരു അതിഥിയെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ചുവർപ്പാമ്പായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ചുവർപ്പാമ്പല്ല, അദ്ദേഹം സാധാരണ അങ്ങനെ ഈ ബൾബിനകത്തും ട്യൂബിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന ചുവർപ്പാമ്പുകളാണ്. അപ്പോൾ ആ വീട്ടിൽ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്ന് എനിക്ക് അദ്ദേഹം ആ പാമ്പിരിക്കുന്ന ഫോട്ടോയും എടുത്ത് എനിക്ക് സെൻഡ് ചെയ്യുകയുണ്ട്, എൻ്റെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുകയുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ, വളരെ ക്ലിയർ അല്ല എങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് നാഗത്താൻ എന്നറിയപ്പെടുന്ന ഫ്ലൈയിങ് സ്നേക്ക്, യെല്ലോ ട്രീ സ്നേക്ക് എന്നറിയപ്പെടുന്ന പറക്കുന്ന പാമ്പ് എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന അതിഥിയാണ്. വളരെ അപൂർവമായ അതിഥിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എന്തായാലും അത് പോയി കാണും എന്ന് ഞാൻ വിചാരിച്ചു. ഇന്നലെ രാത്രി 2 മണിക്ക് അദ്ദേഹം 2 മണി വരെ അതിനെ കണ്ടു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അത് പോയി കാണുന്നില്ല എന്നൊരു. രണ്ടാമത്തേക്ക് വീണ്ടും അവിടെ ടോർച്ച് തെളിയിച്ച് നോക്കിയപ്പോൾ അതിനകത്തേക്ക് ഇരിക്കുന്നതായി കണ്ടു. അപ്പോൾ നമ്മളെ വിളിച്ചു. സ്നേക് മാസ്റ്റർ ടീം എന്തായാലും ആ സ്ഥലത്തെത്തി. ആ വീട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പോകാം, നമുക്ക് ആ വീട്ടിലെ അതിഥികൾ, അല്ലെങ്കിൽ നമ്മളെ വിളിച്ച അതിഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. എന്തായാലും ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നാലും പറഞ്ഞത് 1-ൽ കൂടുതൽ പേരുണ്ട്, 3-ഓ 4-ഓ ഒക്കെ വാല് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞു. പേടിക്കേണ്ട, വീടായതുകൊണ്ട് അതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചില അവസരങ്ങളിൽ പാമ്പിനെ പറമ്പിൽ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ടെന്ന് തന്നെ പറയും. കാരണം അവർ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി, ചേരയാണെങ്കിൽ ചേര, അല്ലെങ്കിൽ പോലും ചിലപ്പോൾ ചേരയാണെന്ന് പറയാറുള്ളൂ. അവരെ പേടിച്ച് ആ ഏരിയയിൽ ഇറങ്ങാതിരിക്കുന്നൊരു അവസ്ഥ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു പേടി മാറ്റാൻ വേണ്ടിയാണ് ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് ശരി. 1 അല്ല 2 അതിഥികളെ കാണാൻ കഴിയും, 2 സൈഡിലായിട്ട്. ഇനി നമുക്ക് ഇതൊരു ബൾബ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു ചെറിയ കബോർഡല്ല ആയിരിക്കും അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ അതിനെ എടുക്കാൻ ശ്രമിച്ച് ചിലപ്പോൾ അത് രക്ഷപ്പെട്ട് പോകും, മുകളിലേക്ക് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന അതിഥി നാഗത്താൻ എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇവിടെ ഇനി ഇത് വളരെ അപൂർവമായിട്ട്, കാരണം ബാലരാമപുരം, നെയ്യാറ്റിൻകര ഈ മേഖലകളിൽ, വിഴിഞ്ഞം ആ മേഖലകളിലൊക്കെ മാത്രമാണ്, ഇത് പൂവാർ ഈ മേഖലകളിലൊക്കെ മാത്രമാണ് തിരുവനന്തപുരത്ത് ഇതിനെ കൂടുതലായി കണ്ടുവരുന്നത്. ഇതിപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരെണ്ണം പാമ്പാണ്. ഇതിനെ എൻഡേഞ്ചർ സ്പീഷീസ് പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മുടെ അധികാരികളോട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ എടുക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്തായാലും ഒരാളിനെ നമുക്ക് പിടികൂടാൻ കഴിഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഫ്ലൈയിങ് സ്നേക്ക് തന്നെയാണ്, നാഗത്താൻ തന്നെയാണ്. ദൈവം, എനിക്ക് തോന്നുന്നത് എണ കഴിഞ്ഞതിന് ശേഷം മുട്ട അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും നമ്മൾ ഒരു അതിഥിയെ പിടികൂടി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മറ്റു അതിഥിയെ കൂടി പരിചയപ്പെടുത്തേണ്ട, അദ്ദേഹത്തിനെ കൂടെ പുറത്തെടുത്തതിന് ശേഷം ഒരുമിച്ച് 2 അതിഥികളെ നമുക്ക് പരിചയപ്പെടുത്താം.
എന്തായാലും മറ്റൊരു അതിഥി കൂടി അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിന് ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് നമ്മൾ അദ്ദേഹത്തിനെ വേദനിപ്പിക്കാതെ ബോട്ടിലാക്കിയിട്ട് നമ്മൾ അടുത്ത അതിഥിയെ കൂടി പിടിക്കാൻ ശ്രമിക്കുന്നു. ചെറിയൊരു ബോട്ടിൽ. നമുക്ക് രണ്ട് അതിഥിയും കൂടി ഒരുമിച്ച് കാണാം. നമുക്ക് മറ്റേ അതിഥിയെ കൂടി ഒന്ന് എടുക്കാം. എന്തായാലും എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായൊരു യാത്ര, കാരണം വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായൊരു യാത്ര. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ വളരെ കറക്റ്റായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരതിഥിയല്ല, രണ്ടതിഥിയല്ല, 3-4 പേരുടെ വാല് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിന് സാധ്യത കുറവാണ്, അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇണചേരുന്ന സമയത്ത് ചേരയോ കാട്ടുപാമ്പോ അല്ലെങ്കിൽ മറ്റ് പാമ്പുകളൊക്കെ ആണെങ്കിൽ ഈ 3-4 രൂപ, ഈ നാഗത്താൻ എന്ന് പറഞ്ഞ പാമ്പ് സാധാരണ അങ്ങനെ ഇത്രയധികം ഒരുമിച്ച് കിട്ടാൻ സാധ്യതയില്ലാത്തതാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ യാത്രയിൽ, അല്ലെങ്കിൽ ടീമിൻ്റെ യാത്രയിൽ, സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയിൽ വ്യത്യസ്തമായ ഒരു യാത്രയാണ് ഇന്ന് ഈ നെയ്യാറ്റിൻകര കഴിഞ്ഞിട്ടുള്ള ഈ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത്. കാരണം 4 നാഗത്താന്മാരെ, ഇതിപ്പോൾ 3 നാഗത്താന്മാർ എൻ്റെ കയ്യിലുണ്ട്. 4 നാഗത്താന്മാരെ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് നിന്ന് പിടികൂടാൻ പറ്റിയ ഒരു ദിനമാണെന്ന്. നമുക്ക് 4 നാഗത്താന്മാരെയും ഒരുമിച്ച് പരിചയപ്പെടുത്താം. ഇതിപ്പോൾ നമ്മൾ 3 പേരെ മാത്രമാണ് എൻ്റെ കയ്യിൽ, അദ്ദേഹം 3 പേര് മാത്രമേ ഉള്ളൂ. 4ാമതൊരാളിനെയും നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ ആദ്യം പിടികൂടിയ അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. എന്നാലും ഇനിയില്ല, നമുക്കിവിടെ കാണാം അതൊരു പ്രത്യേക ഒരു ബോക്സ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തില്ല. ഇനി നമ്മൾ ഈ 4 അതിഥികളെയും ഞാൻ താഴത്തിറങ്ങി നിന്ന് 4 അതിഥികളെയും വാലിൽ പിടിച്ച് നമുക്കൊന്ന് 4 ഫീമെയിലും ഫീമെയിൽ എത്ര നമുക്ക് നോക്കാം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ 27 വർഷം പിന്നിടുന്ന പാമ്പ് സംരക്ഷണ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് മറ്റ് പാമ്പുകൾ, മറ്റ് മൂർഖനായിരുന്ന അണലിയായിരുന്നതൊക്കെ 2, 3, 4, 5 ഒക്കെ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു മാളത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നാഗത്താന്മാരെ കിട്ടിയിട്ടുള്ളതെല്ലാം ഓരോന്നായിരുന്നു സിംഗിളായിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തരെ ഒന്ന് ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ, അങ്ങനെയാണ് ഇവരെ കിട്ടുക. പക്ഷേ ഇവിടെ ഈ സ്ഥലത്ത് ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷകരമായൊരു ദിനമാണ്, സന്തോഷം നിറഞ്ഞൊരു ദിനമാണ്. കാരണം ഈ വീട്ടിൽ നിന്ന് ഈ അതിഥിയെ കണ്ടു എന്ന് അദ്ദേഹം വിളിക്കുകയും അത് 4 അതിഥികളെ നമുക്ക് ഒരുമിച്ച് കിട്ടുകയും ചെയ്തു. അതുമാത്രമല്ല, മറ്റൊരു പ്രത്യേകത, വംശനാശ ഭീഷണി നേരിടുന്നു എന്ന് പറയുന്ന അതിഥികളാണ് ഇദ്ദേഹം. മറ്റൊരു പ്രത്യേകതയുള്ളൂ, നമ്മൾ താഴേക്ക് ഇറങ്ങിയത് ഇത് ഫീമെയിൽ എത്ര, മെയിൽ എത്ര എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നോക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് നോക്കുക, ഇത് ഫീമെയിലാണ്, വലിയ സൈസുള്ളത് ഫീമെയിലാണ്. ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ മാറ്റിങ് കഴിഞ്ഞ് മുട്ട ഇടാറായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് മറ്റൊന്നുകൂടി, ഇദ്ദേഹവും ഫീമെയിലാണ്. ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ മുട്ട തയ്യാറായി വരികയാണ്. 2 മെയിലും 2 ഫീമെയിലുമാണ്. സാധാരണയായിട്ടിത് ഞാൻ പറയാറുണ്ട്, നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും പറയണല്ലോ, നമ്മുടെ പ്രേക്ഷകർ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇത് നാഗത്താൻ എന്നറിയപ്പെടുന്ന, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ പറക്കുന്ന പാമ്പ്, ഫ്ലൈയിങ് സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥി, യെല്ലോ ട്രീ സ്നേക്ക് എന്നറിയപ്പെടുന്ന അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതകൾ ഇതിന് നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ട മറ്റൊരു കാര്യം,
നമ്മൾ എപ്പോഴും നമ്മുടെ നാട്ടുകാർ നമ്മുടെ കേരളത്തിൽ പറയുന്ന ഒരു കാര്യം, പറക്കുന്ന പാമ്പ്, കൊമ്പ് കയറി പാമ്പ്, വില്ലൂന്നി പാമ്പ് എന്ന് പറയുന്ന പാമ്പാണ്. അല്ല, പറക്കുന്ന പാമ്പുകൾ ലോകത്ത് അല്ലെങ്കിൽ വേൾഡിൽ കണ്ടുവരുന്ന ഒരേ ഒരു രാജ്യം കിഴക്കൻ ഏഷ്യ മാത്രമാണ്. നമ്മളിവിടെ കണ്ടുവരുന്ന മരത്തിൻ്റെ മണ്ടയിൽ ജീവിക്കുന്ന പാമ്പുകൾ പറക്കുന്ന പാമ്പുകളല്ല, ഗ്ലൈഡ് ചാടിപ്പോകുന്ന, ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് ചാടിപ്പോകുന്ന ഇനം പാമ്പുകൾ മാത്രമാണ് കൊമ്പ് കയറി പാമ്പ്, വില്ലൂന്നി പാമ്പ്, നാഗത്താൻ എന്നറിയപ്പെടുന്ന മറ്റ് ഒരു ഇനം പാമ്പ് കൂടിയായ ഈ ഇനം പാമ്പ്. നമ്മൾ നോക്കുക, ഇദ്ദേഹത്തിനെ കണ്ടാലറിയാം, കറുപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ കളറുകളാണ് കൂടുതലായി ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കണ്ടുവരുന്നത്. അതുപോലെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് വെനമസ് അല്ല, നോൺ വെനമസ് ആണ്. ഇതിന് അതിൻ്റെ ഇരയെ കൊല്ലം, പല്ലിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് കിട്ടിയത് നല്ല, അതായത് എന്താ പറയുക, ഒരു ഗ്രാമം തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവിടെയൊക്കെ നല്ല ചില്ലകൾ, മരച്ചില്ലകൾ വീടുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വീടുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് മരത്തിൽ കൂടി സഞ്ചരിച്ച് ഇങ്ങനെയുള്ള ഈ ബൾബിൻ്റെ ഈ ഭാഗത്തൊക്കെയാണ് ഇദ്ദേഹത്തിനെ കണ്ടുവരുന്നത്. അതുപോലെ നമ്മൾ പുതിയ വീട് വെക്കുമ്പോൾ ചരിച്ച് റൂഫ് വാർത്തിട്ട് ആ റൂഫിൽ ഓട് മേയുമ്പോൾ അല്ലെങ്കിൽ ഓട് പാക്കുമ്പോൾ ആ ഓടിൻ്റെ ഗ്യാപ്പിനകത്തും ഇദ്ദേഹത്തിനെ കണ്ടുവരുന്നു. അഥവാ കണ്ടാൽ തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ചിലപ്പോൾ നമ്മൾ പേടിപ്പിച്ചാൽ കടിച്ചു എന്നിരിക്കാം. വെനമില്ല എങ്കിലും നോൺ വെനമസ് പട്ടികയിലല്ല ഇദ്ദേഹം, മൈൽഡ് വെനമസ് പട്ടികയിലാണ്. ഇതിൻ്റെ ഭക്ഷണത്തെ കൊല്ലാനും ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാനുമുള്ള വെനം ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കടി ഏൽക്കേണ്ടി നമുക്ക് അലർജി പോലും ഉണ്ടാവാൻ പോകുന്നില്ല, ഭയപ്പെടേണ്ടതില്ല. ഇത് നോക്കുക, കൺകുത്തി എന്നൊക്കെ നമ്മൾ ഈ പാമ്പിനെ വിളിക്കാറുണ്ട്. ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക. എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, എനിക്ക് വാക്കുകളില്ല ഇന്നത്തെ ഈ എപ്പിസോഡിൽ കൂടി പറയാനായി. കാരണം സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള പാമ്പുകളെ വീട്ടിൻ്റെ പരിസരത്തെ കണ്ടാൽ ആൾക്കാർ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ച് കൊല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എങ്ങനെയും തുരത്തിവിടാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേകതയാണ്, ഒരു പ്രവണതയാണ്. പക്ഷേ ഇവർ ഇന്നലെ രാത്രി 2 മണി വരെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. 2 മണിക്ക് ഇദ്ദേഹത്തിൻ്റെ കോള് വരികയുണ്ടായി. പക്ഷേ 2 മണിക്ക് ഞങ്ങൾ കൊല്ലത്തുനിന്ന് നാട്ടിലെത്തിയിട്ടില്ല. ഇന്ന് രാവിലെ വീട്ടിലെത്തിയത് തന്നെ 6 മണി കഴിഞ്ഞപ്പോഴാണ്. 6 മണിക്കാണ് രാവിലെ വീട്ടിൽ എത്തി. 6 മണി കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേട്ടാ അതിനകത്ത് കാണുന്നില്ല, അത് പോയി എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. എന്തായാലും പിന്നീട് അദ്ദേഹം കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അദ്ദേഹം അയച്ചെന്ന വാട്സാപ്പിൽ ഫോട്ടോ ഡിലീറ്റ് പോയെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു 15 മിനിറ്റ് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് അദ്ദേഹം ആ സാധനം അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് വ്യത്യസ്തനായ ഒരു അനുഭവം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് നമുക്ക് സമ്മാനിച്ച നമ്മുടെ ഈ വീട്ടിലെ നമ്മളെ ക്ഷണിച്ച അദ്ദേഹത്തിന് നമ്മുടെ വക ഒരു ഷേക്കൻഡ്, അദ്ദേഹത്തിൻ്റെ പപ്പയ്ക്ക് ഒരു ഷേക്കൻഡ്. കാരണം ഇവരാണ് ഇതിനെ സംരക്ഷിച്ചത്. ഇവരോട് നന്ദി പറഞ്ഞു നമ്മൾ സമയം കളയുന്നില്ല. ഇവരോട് നന്ദി പറഞ്ഞ് മറ്റൊരു അതിഥിയെ തേടി, വ്യത്യസ്തനായ മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയൊന്നും പോകാം. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തരായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത കോളിലേക്ക്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര, ജൈത്ര യാത്ര രാത്രിയായിട്ടും ഞങ്ങൾ നിർത്തുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള യാത്രയാണ്. ആ യാത്ര എന്ന് പറയുമ്പോൾ രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ, വേനലെന്നോ മഴയൊന്നോ ഇല്ലാതെ എപ്പോഴും യാത്ര ചെയ്താൽ മാത്രമേ, 24 മണിക്കൂറും യാത്ര ചെയ്താൽ മാത്രമേ വ്യത്യസ്തനായ അതിഥികളെ നമുക്ക് ഒരാളിനെങ്കിലും തേടിയെത്താൻ കഴിയുള്ളൂ. ആ യാത്രയുടെ മധ്യത്ത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിന് പിന്നിൽ ചാലക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് അവർ വിളിച്ചിട്ട് 2 മണിക്കൂറോളമാകുന്നു. വിളിച്ച സമയത്ത് നമ്മൾ ഇവിടെ നാട്ടിലല്ലായിരുന്നു, നമ്മൾ കുറച്ച് ദൂരത്ത്, ഏകദേശം ഒരു 50 കിലോമീറ്റർ അപ്പുറമായിരുന്നു. എന്തായാലും അവിടെ പോയി ആ അതിഥിയും പിടികൂടിയതിന് ശേഷം നമ്മൾ ഈ കോളിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിലെത്തി. ആ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെത്തി. നമ്മൾ പോവുകയാണ് ആ വീട്ടിലേക്ക്. നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന വ്യത്യസ്തനായ അതിഥി ആരാണെന്ന് നോക്കാം. സമയം കളയുന്നില്ല. ആ വ്യത്യസ്തൻ നമുക്ക് വേണ്ടി അക്ഷമനായി കാത്തിരിക്കുകയാണ്. അദ്ദേഹം കാത്തിരിക്കുന്നതിനേക്കാളും അക്ഷമരായി ആ വീട്ടിലെ ആൾക്കാരും അടുത്തുള്ള ആൾക്കാരും കാത്തു നിൽക്കുകയാണ്. പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. ഇതിനകത്ത് കയറുന്ന അവർ പറയുന്നു കേട്ടോ. കവിറ്റി അദ്ദേഹത്തിന് ചപ്പിൽ. എന്തായാലും ഇവർ പറയുന്നത് അതിഥിയെ കണ്ടു, അദ്ദേഹം വന്ന്
ചപ്പിനകത്ത് അല്ലെങ്കിൽ ഈ മണൽ കൂട്ടിയിട്ടിങ്ങനെ മൂടിയിട്ടിങ്ങനെ അടിയിൽ കയറി എന്നാണ് അവർ പറയുന്നത്. ഇവർ പറയുന്നത് വളരെ വലുതാണ്, ഏകദേശം ഒരു തെങ്ങിൻ്റെ കനമുണ്ട്, ഒരു 15 അടി നീളം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത്രയും വലിയൊരു സാധനത്തിന് ഇവിടെ ഇരിക്കാൻ സാധ്യതയില്ല. നമ്മളെന്തായാലും ആ വീട്ടിലെത്തി നമ്മൾ നോക്കുന്നു, നമ്മൾ തേടുന്നു ആ അതിഥിയെ, ഇവർ കണ്ട അതിഥിയെ. നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ വ്യത്യസ്തനാവാം, ചിലപ്പോൾ കോമൺ ആവാം. എന്തായാലും നമ്മൾ ഒരു വ്യത്യസ്തനായ അതിഥിയെ തന്നെയാണ് നമ്മൾ തേടാൻ പോകുന്നത്. നോക്കാം, നമുക്ക് ഈ മണലിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് ഉയർത്തി നോക്കാം. ഇതായിരിക്കുന്നു നമ്മുടെ വ്യത്യസ്തനായ അതിഥി. അദ്ദേഹം തല കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. നമ്മൾ അദ്ദേഹത്തെ ഉടനെ തന്നെ പുറത്തെടുക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിനെ അകത്തേക്ക് പോകാനായി അനുവദിച്ചാൽ അദ്ദേഹത്തിന് അകത്തേക്ക് എന്തായാലും നമ്മുടെ 2 മണിക്കൂർ ഇവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുവെങ്കിലും അല്ലെങ്കിൽ കാത്തിരുന്നുവെങ്കിലും ഇവർക്ക് നഷ്ടമുണ്ടായില്ല. കാരണം ഒരു വ്യത്യസ്തനായ അതിഥി അല്ലെങ്കിലും നല്ല സൈസുള്ള, കൃത്യം 6 വയസ്സോളം പ്രായം വരുന്ന ഒരു സ്പെട്ടിക്കിൾഡ് കോബ്ര അഥവാ നാജ അഥവാ സർപ്പം അഥവാ മൂർഖൻ തന്നെയാണ്. ഒരു പ്രത്യേകതയുള്ളത്, ഇന്ന് നമ്മളിപ്പോൾ പിടികൂടി ഈ അതിഥിയും ഫീമെയിൽ പെണ്ണാണ്. ഇന്ന് നമ്മൾ ഏകദേശം ഒത്തിരി അതിഥികളെ പിടികൂടി, എല്ലാം മൂർഖന്മാർ തന്നെയാണ്. അത് എല്ലാവരും ഫീമെയിൽ അഥവാ പെണ്ണ് തന്നെയാണ്. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ, ഏകദേശം 5 അടിയോളം നീളമുള്ള അതിഥിക്ക് നമ്മൾ കാണുക. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പേടി മാറ്റുക. നമ്മുടെ നമ്മുടെ പ്രോഗ്രാമിലൂടെ, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ ഏകദേശം 220ഓളം എപ്പിസോഡുകൾ പിന്നിട്ട് വരുന്ന നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ നമ്മളെ പ്രേക്ഷകരെ മാത്രമല്ല, നമുക്ക് ഒരുപാട് നമ്മുടെ ഈ പ്രോഗ്രാം ഫേസ്ബുക്ക് വഴി വീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, ലൈവ് വീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അവരെയൊക്കെ ബോധവൽക്കരിക്കുക. അവരുടെ കുടുംബത്തിലുള്ള പാമ്പുകളെക്കുറിച്ചുള്ള അന്ധമായ കഥകൾ അകറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങളുടെ ഈ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. കാണാം, നമുക്ക് ഈ 6 വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഈ കുഞ്ഞു മൂർഖൻ പാമ്പിന് ഏകദേശം 5.5 അടിയോളം നീളം ഉണ്ട്. ഇദ്ദേഹത്തിന് പരമാവധിയോളം അടുത്ത് വളർന്നു കഴിഞ്ഞു, 5.5 അടിക്ക് അടുത്ത് വരുന്നു. എന്തായാലും ഈ ഫീമെയിൽ കോബ്രയെ, 6 വയസ്സോളം പ്രായം വരുന്ന ഈ ഫീമെയിൽ മൂർഖൻ പാമ്പിന്, ഫീമെയിൽ കോബ്രയെ അല്ലെങ്കിൽ പെൺമൂർഖനെ നമ്മൾ ഇവിടെ നിന്നൊരു ബോട്ടിൽ വാങ്ങി ബോട്ടിൽ അടയ്ക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.